സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം തിരഞ്ഞുകൊണ്ടേയിരിക്കുകയെന്നാണ്. ആർക്കു വേണ്ടിയാണ്? ബുദ്ധിയുള്ളവരെയാണോ? കഴിവുള്ളവരെയാണോ? ബലമുള്ളവരെയാണോ? പല തരത്തിലുള്ളതായ താലന്തുകൾ ഉള്ളവരെയാണോ? ശക്തിയുള്ളവരെയാണോ? സൗന്ദര്യമുള്ളവരെയാണോ? ആരെയാണ്? ഒരു പരസ്യം കൊടുക്കുന്ന സമയത്ത് ഇന്ന ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളെ ഞങ്ങൾക്ക് വേണമെന്നാണ് പരസ്യം കൊടുക്കുന്നത്. ഒരു ഡിഗ്രി അനുസരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഴിവ് അനുസരിച്ചുകൊണ്ടോ അവർ, അല്ലെങ്കിൽ മിസ് വേൾഡ്, മിസ് ഇന്ത്യ എന്നുള്ളതായ സ്ഥാനങ്ങൾ കൊടുക്കുന്നതായ സമയത്ത് അവർ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെ? ലോകപ്രകാരം ഉള്ളതായ കഴിവുകൾ ഉള്ള വ്യക്തികളെയാണ്. എന്നാൽ ദൈവം എങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യരോട് ഒരുപാട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ അനുഗ്രഹങ്ങളെ അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവൻ്റെ സ്നേഹം കൊടുക്കുവാനായിട്ട് മനുഷ്യരെ അവൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവരെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവൻ ഇറങ്ങി വന്നു. അവൻ അന്വേഷിക്കുകയാണ്. വിശ്വസ്തരായവർക്ക് വേണ്ടി അവൻ അന്വേഷിക്കുന്നു. ആരെയാണ് അവന് വേണ്ടത്? വിശ്വസ്തർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അറിയാമോ? അറിയില്ലേ? എന്തെങ്കിലും പറയുക. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശരി, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് വായിക്കാം. 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്നു അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നോക്കൂ, എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? വിശ്വസ്തരെ അവൻ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? വലിയവനാക്കുമെന്ന്. എല്ലാവർക്കും ആഗ്രഹമാണ് വലിയവനാകുവാൻ, വലുതായി അനുഗ്രഹിക്കപ്പെടുവാൻ, വലിയൊരു വ്യക്തിയായിരിക്കണം, വലിയ പേര് നേടിയെടുക്കണം. എല്ലാവർക്കും ആശയുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നത്? യഹോവ യോശുവയോട് പറയുകയാണ്, ഞാൻ മോശയോടു കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്നോടു കൂടെയും ഇരിക്കും. നിന്നോടു കൂടെ ഞാനിരുന്ന് നിന്നെ ഒരു വലിയ മനുഷ്യനായി അനുഗ്രഹിക്കപ്പെട്ടവനാക്കി മാറ്റും. ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു നേതാവാക്കി മാറ്റും. നിന്നെ വലിയൊരു നായകനാക്കി, എല്ലാവരെയും നടത്തുന്ന നേതാവാക്കി ഞാൻ മാറ്റും. നേതാക്കന്മാരില്ലെങ്കിൽ ജനം നശിക്കുവാൻ ഇടയാകും. നേതാക്കന്മാർ നടത്തുവാനില്ല എങ്കിൽ ജനം ചിതറിപ്പോകുവാനിടയാകും. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല, ചിതറിപ്പോകും. അവരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കും. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അന്നവർക്ക് രാജാവില്ലായിരുന്നു, നേതാവില്ലായിരുന്നു, അധികാരികളില്ലായിരുന്നു. അതുകൊണ്ട് ജനം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. യോശുവയെ എന്തുകൊണ്ടാണ് ദൈവം 6,00,000 ജനങ്ങളിൽ വെച്ച് 6,03,550 ആളുകളിൽ, ഇവരെല്ലാവരും യൗവനക്കാരാണ്, നല്ല ആരോഗ്യമുള്ളവർ, വീരന്മാരാണിവർ. ഇപ്പോൾ പറയുകയാണെങ്കിൽ വിശ്വാസികളാണെന്ന് പറയാം. കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർ, സ്നാനപ്പെട്ട ആളുകൾ. 6,03,550 ആളുകളിൽ നിന്ന് ഒരാളെ കർത്താവിന് കിട്ടി. ദൈവം എന്തുകൊണ്ടാണ് യോശുവയെ തിരഞ്ഞെടുത്തത്? അവനെ എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചത്? അവനെ എന്തുകൊണ്ടാണ് വലിയവനാക്കിയത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിനെ എല്ലാം അവൻ്റെ കയ്യിൽ മോശയ്ക്ക് ശേഷം ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് അടിസ്ഥാനമായിട്ട് പറയാൻ. യോശുവയുടെ പുസ്തകം 11:15.
യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. എനിക്കേ മനസ്സിലായില്ല, നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലായോ? ഓരോരോ വാക്കുകൾ വായിക്കുക. ആദ്യം യഹോവ, പറയുക, കൊച്ചുപിള്ളേർ പറയുന്ന പോലെ പറയുക. തൻ്റെ ദാസനായ മോശയോട്. അവിടം വരേക്കും മനസ്സിലായല്ലോ? ദൈവം ആദ്യം മോശയെ തിരഞ്ഞെടുത്തു, മോശയെ വലിയവനാക്കി, മോശയെ ഒരുക്കിക്കൊണ്ടുവന്നു, മോശയെ വലിയൊരു നേതാവാക്കി മാറ്റാനിടയായി. അങ്ങനെ കാലം മുൻപോട്ട് പോയി മോശ വൃദ്ധനായിത്തീർന്നു. മോശ തന്നെ നിന്ദിക്കുകയും തന്നോട് പിറുപിറുക്കുകയും ചെയ്യുന്നതായ ജനത്തെ കനാൻ ദേശത്തിൻ്റെ അടുത്തേക്ക് വരെ കൊണ്ടുവന്നതിന് ശേഷം കർത്താവ് പറഞ്ഞു, നീ കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല, ഇവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരാണ്, എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ, യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. യഹോവ കൽപ്പിച്ചതത്രയും മോശ ചെയ്തു, മോശ കൽപ്പിച്ചതുപോലെ യോശുവ ചെയ്തു. അത് ശരിയാണോ? യോശുവ അങ്ങനെ തന്നെ ചെയ്തു. അതിനുശേഷം എന്താണ് വായിക്കുന്നത്? യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഒന്നുപോലും, ചെറിയ ഒരു കാര്യം പോലും അവൻ വിട്ടുകളഞ്ഞില്ല, മറന്നുപോയില്ല, ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് അതാണ് വേണ്ടത്. അവൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ വാക്ക് അനുസരിക്കുന്നതായ വ്യക്തിയെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെ ദൈവം അതിനുപയോഗിക്കും. ഒരു സഭ പണിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം അതിനുപയോഗിക്കും. ഒരു ശുശ്രൂഷ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കും. ആ വ്യക്തിയിൽ കൂടി ആ സഭയിലുള്ളതായ മറ്റ് ആളുകളെ ദൈവം നടത്തുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചു തന്നെ അവരെ നടത്തുവാനും, അവരെ ഗുരുവിനേക്കാൾ വലിയ ശിഷ്യന്മാരില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. മോശയെക്കുറിച്ച് നാം ചിന്തിക്കുന്നതായ സമയത്ത് എത്ര വലിയ ആത്മീയ വ്യക്തിയായിരുന്നു മോശ, അവനെപ്പോലെ മറ്റൊരുവനും ഇല്ല എന്ന് ബൈബിളിൽ പറയുന്നു. എന്നാൽ നാം ഇവിടെ യോശുവയുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രത്യേകത അവൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. കാരണം എന്താണ്? ഇവൻ എഫ്രൈം വംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇവനൊരു ദാസനായിട്ട് മോശയോട് കൂടെ ചേർന്നതായ വ്യക്തിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ അത്രത്തോളം ഉയർത്തപ്പെട്ടത്? എന്തുകൊണ്ടാണ് അത്രത്തോളം നന്മ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ദൈവത്താൽ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടത്? മോശയോട് ദൈവം കൽപ്പിച്ചത് മോശ യോശുവയോട് പറഞ്ഞപ്പോൾ യോശുവ അതിൽ ഒന്നും തന്നെ ഉപേക്ഷിച്ച് കളയാതെ അനുസരിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് ഈ കാലത്തുള്ള മനുഷ്യരെ നോക്കുക. 1 മണിക്കൂർ സമയം വലിയൊരു പ്രസംഗം കേട്ടാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 കാര്യമെങ്കിലും അവരുടെ മനസ്സിൽ ഓർമ്മയിലിരിക്കുമോ? ഇപ്പം നമുക്ക് സമയമില്ല. എന്നാൽ ഇവിടെ 2 വ്യക്തികളെ കൊണ്ടുവന്ന് നിർത്തി ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു പാസേജ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഇവനോട് പറയുക. അപ്പോൾ ആ പറയുന്നതായ വ്യക്തി അത് കേട്ട് മറ്റൊരാളോട് പറയണം. അവൻ പോയി മറ്റൊരാളോട് പറയട്ടെ, അവൻ അടുത്ത ആളോട് പറയട്ടെ. അങ്ങനെ 10 പേരോട് പറയുമ്പോൾ ഈ മെയിൻ പേഴ്സൺ പറഞ്ഞതായ ഈ വാക്കുകൾ ചെന്നിട്ട് പലരോടും പറഞ്ഞ് 11ാമത്തെ ആളിൻ്റെ അടുത്തെത്തുമ്പോൾ യേശു ക്രിസ്തു വലിയ ദൈവമാണ്, അവൻ നമ്മളെ രക്ഷിക്കുന്നു, അവൻ നമ്മളെ വിടുവിക്കുന്നു, അവൻ വലിയ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ സർവശക്തനാണെന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ബാക്കിയുള്ളതെല്ലാം പോയി. എന്താണ്? ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അത് മാറിപ്പോകുന്നു. കാരണം അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. കേൾക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന വ്യക്തി സംസാരിക്കുന്നതായ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവനായിരിക്കും. യോശുവയെക്കുറിച്ച് ശ്രദ്ധിച്ച് പഠിച്ചപ്പോൾ അവനിൽ ഉള്ളതായ ശ്രേഷ്ഠതയെല്ലാം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവനായിരുന്നു. ഞാനത് വീണ്ടും നിങ്ങളോട് ചോദിക്കും. അവൻ
നല്ലവണ്ണം ജോലി ചെയ്യുന്നവനായിരുന്നു. എപ്പോഴാണ് അവൻ നല്ല പണി ചെയ്യുന്ന വ്യക്തിയായി ഇരുന്നത്? വേദപുസ്തകത്തിൽ കുറേ കാലത്തിന് ശേഷം അവനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവൻ നല്ലൊരു ദാസനായി മാറി. നല്ല ജോലിക്കാരൻ എന്തായിട്ട് മാറി? അവൻ നല്ലൊരു വേലക്കാരനായിരുന്നു. നല്ല ദാസനായി. അവൻ നല്ലൊരു ദാസനായിട്ടും മാറി. യോശുവ നല്ലൊരു ദാസനായിരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവൻ നല്ലൊരു സഹായിയായിട്ട് മാറി. നല്ല ദാസൻ ആരായിട്ടാണ് മാറിയത്? നല്ല സഹായിയായിട്ട് മാറി. അവൻ എങ്ങനെയാണ് പടിപടിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന വിഷയം ശ്രദ്ധിക്കുമ്പോൾ വളരെ അത്ഭുതകരമാണിത്. ഇവനെ എങ്ങനെയാണ് നല്ലൊരു പണിക്കാരനായിട്ട്, നല്ലൊരു ദാസനായിട്ട്, നല്ലൊരു സഹായിയായിട്ട് മാറിയത് എന്ന് നോക്കുമ്പോൾ അവൻ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യോശുവ ജോലി ചെയ്യുന്നവൻ മാത്രമല്ലായിരുന്നു, യുദ്ധം ചെയ്യുന്നവൻ മാത്രമല്ലായിരുന്നു, പ്രാർത്ഥന ചെയ്യുന്നവനുമായിരുന്നു. യോശുവയെ പോലെ മറ്റാരും തന്നെ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവന് പ്രാർത്ഥിച്ചെന്താണ് പറഞ്ഞത്? സൂര്യ നിൽക്കുക, ചന്ദ്ര നിൽക്കുക എന്നാണ് പറഞ്ഞത്. യോശുവ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യോശുവ പ്രാർത്ഥനാ മനുഷ്യൻ മാത്രമല്ലായിരുന്നു, അതുപോലെ തന്നെ യോശുവ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പങ്കുവെച്ച് വിശ്വസ്തയോടെ പക്ഷപാതമില്ലാതെ പങ്കുവെക്കുന്ന വ്യക്തിയായിരുന്നു. കുറച്ചെടുത്ത് മാറ്റിവെച്ചിട്ട് കുറച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ലായിരുന്നു അവൻ. ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് മറ്റുള്ളവർക്ക് ഒരുപോലെ തന്നെ പങ്കുവെച്ച് കൊടുക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം നല്ല ഒരു ആളുകളെ ഒരുമിപ്പിക്കുന്നവനായിരുന്നു, മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്നവനായിരുന്നു. ഇത്രയും ക്വാളിറ്റികൾ മറ്റാരിലും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരെ ഒരുമിപ്പിക്കുക എന്നത് ഇന്ന് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിതറിപ്പോയ ആളുകളെ കൂട്ടിച്ചേർക്കുക, നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളെ ബലപ്പെടുത്തുക, ബലഹീനരായിരിക്കുന്ന ആളുകളെ ശക്തീകരിക്കുക, അവരെ എല്ലാവരെയും കൂട്ടിവരുത്തുക. അവൻ എല്ലാ വ്യക്തികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു സൈന്യമാക്കി മാറ്റാനിടയായി. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ ജോലി ചെയ്തു. അതുപോലെ തന്നെ അവൻ നല്ലൊരു യുദ്ധ വീരനും ആയിരുന്നു, പോരാടുന്നവനായിരുന്നു. യുദ്ധം ചെയ്യുവാനും പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും ഒരുക്കമുള്ളവനായിരുന്നു. പാത്രങ്ങൾ കഴുകുവാനും അവൻ ഒരുക്കമാണ്. അതുപോലെ തന്നെ അവന് കാത്തിരിക്കുവാനും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. അവന് ക്ഷമയുള്ള വ്യക്തിയായിരുന്നു. നമുക്കറിയാമല്ലോ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ വെയിറ്ററെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. അവനെപ്പോഴും മോശയുടെ അടുക്കൽ എന്തും ചെയ്യുന്നതിന് വേണ്ടി റെഡിയായി നിൽക്കുന്നവനായിരുന്നു. 40 ദിവസത്തോളം മോശ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അവൻ വെയിറ്റ് ചെയ്തു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്ക് എന്ത് സംഭവിച്ചു, അവൻ എവിടേക്കോ പോയി എന്നാണ് വിചാരിച്ചത്. എന്നാൽ മോശ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ദൈവദാസൻ ഉണ്ടെങ്കിലും ദൈവദാസൻ അവിടെ ഇല്ലെങ്കിലും, ആരെങ്കിലും പണി ഏൽപ്പിച്ചാലും ഏൽപ്പിച്ചില്ല എങ്കിലും വിശ്വസ്തയോടുകൂടി, സത്യസന്ധതയോടുകൂടി. നിങ്ങൾക്കറിയാമോ, നായ്ക്കളെ നോക്കുക. നായ്ക്കൾ വളരെ വിശ്വസ്തതയുള്ളവയാണ്. യജമാനൻ വളരെ വിശ്വസ്തരായിരിക്കും. യജമാനൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ബസ് കയറുന്നതുവരെ അവിടെ കാത്തു നിന്നിട്ട് തിരികെ വൈകുന്നേരം ബസ് വരുന്നതുവരെ അവിടെ കാത്തുനിന്ന് യജമാനനെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം യജമാനൻ എങ്ങനെയോ മരിച്ചുപോയി. ആ നായ അവിടെ തന്നെ വന്നിരിക്കുകയാണ് 3 വർഷത്തോളം. എത്രയോ ആളുകൾ അവനെ ഓടിച്ചു വിടാൻ ശ്രമിച്ചു. എത്രയോ ആളുകൾ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടും അവിടെ നിന്ന് പോകാതെ വരുന്ന ബസ്സുകളെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അതാണ് വിശ്വസ്തത, അതാണ് ആത്മാർത്ഥത, ആ ഒരു തീക്ഷ്ണത യോശുവയിൽ കാണുവാൻ കഴിയും. അതായത് മോശ മുകളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വരും, എനിക്കെന്തെങ്കിലും കൊണ്ടുതരും, എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും എന്ന ചിന്തയോടുകൂടിയല്ല. ആ ദൈവദാസൻ പർവ്വതത്തിന് മുകളിലിരിക്കുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം എന്തൊക്കെയായിരിക്കും അവനോട് പറയുന്നത്, എന്തൊക്കെയായിരിക്കും എഴുതുന്നത്. അവൻ കടന്നുപോയപ്പോൾ വെറും കൈയോടെയാണ് പോയത്. എന്നാൽ തിരികെ വരുമ്പോൾ ലഗേജുമായിട്ടാണ് വരുന്നത്. കയ്യിൽ കൽപ്പലകകൾ എഴുതിയിട്ടുള്ളതായ, വചനങ്ങൾ എഴുതിയതായ കൽപ്പലകകളെല്ലാം അവൻ്റെ കയ്യിൽ കാണും. അതുകൊണ്ട് എപ്പോൾ മോശ പർവ്വതത്തിൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്ന സമയത്തും യോശുവ ഇവിടെ കാത്തിരിക്കുമായിരുന്നു. അതുമാത്രമല്ല, അവൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. എന്താണ്? വായിക്കുന്ന ആളുകൾ എഴുതില്ല, എഴുതുന്ന ആളുകൾ നല്ലവണ്ണം വായിക്കുകയില്ല. എന്നാൽ അവനെ സംബന്ധിച്ച് നോക്കുക, അവൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. ദൈവം പറയുന്നതെല്ലാം തന്നെ അവൻ എഴുതി വയ്ക്കുമായിരുന്നു. ഇനിയും നോക്കുകയാണെങ്കിൽ അവൻ നല്ലവണ്ണം വായിക്കുമായിരുന്നു. അവൻ മോശ എഴുതി വച്ചിരിക്കുന്നത് എല്ലാം തന്നെ ജനത്തെ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. അതിൽ ഒന്നുപോലും വിട്ടുകളയാതെ മോശ എഴുതിയിരിക്കുന്ന ഉപദേശം അത്രയും
മോശ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ഉപദേശങ്ങളെല്ലാം അവൻ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ആ കാലത്ത് ഇന്നുള്ളതുപോലെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. ന്യായപ്രമാണം എഴുതിയ കൽപ്പലക ഒന്നു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ വായിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ എല്ലാം തന്നെ അവർക്ക് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അവൻ നല്ലൊരു ടീച്ചറായിരുന്നു, നല്ലവണ്ണം പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു, അവൻ നല്ലൊരു നടത്തിപ്പുകാരനായിരുന്നു. നോക്കൂ, ഇതൊന്നും ഞാൻ എവിടെ നിന്നും കോപ്പി അടിച്ചതായ കാര്യങ്ങളല്ല, നെറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് തയ്യാറാക്കിയതല്ല, എൻ്റെ മനസ്സിൽ വന്നതാണ്. വചനം വായിച്ചപ്പോൾ മനസ്സിൽ വന്നതാണ്. ഇവയെക്കുറിച്ചെല്ലാം റെഫറൻസ് ഞാൻ എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. നോക്കൂ എത്ര റെഫറൻസുകളാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ല 11 റെഫറൻസുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ബൈബിളിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുവാൻ സഹായമാണ്. ഈ പറഞ്ഞതായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ശരി, ഇപ്പോൾ ഞാൻ 11 കാര്യങ്ങളാണ് പറഞ്ഞത്. വേഗത്തിൽ അവയെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. നല്ലൊരു ജോലിക്കാരൻ, നല്ലൊരു ദാസൻ, നല്ലൊരു സഹായി, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പങ്കുവയ്ക്കുന്നവനായിരുന്നു, ഒരുമിപ്പിക്കുന്നവനായിരുന്നു. അതുപോലെ അടുത്തതെന്താണ്? നല്ലൊരു എഴുത്തുകാരൻ ആയിരുന്നു. അതിനുശേഷം നല്ലൊരു പോരാളിയാണ്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. വായിക്കുന്നവനായിരുന്നു, അധ്യാപകനായിരുന്നു, നടത്തിപ്പുകാരനായിരുന്നു. നോക്കുക, ഇത്രയും ശ്രേഷ്ഠതകൾ. മോശയോടൊപ്പം ഒരു ദാസനായിട്ട്, പണിക്കാരനായിട്ട് കൂടിയതായ ഒരു വ്യക്തി, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുകയും എഴുതുകയും ചെയ്ത വ്യക്തി, മോശ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തിരുന്നതായ വ്യക്തി, അവൻ അറിയാതെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം വളരെ ഒരുക്കമുള്ളതായ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ, ദൈവം വലിയവനാക്കിയ വ്യക്തിയായിട്ട് അവൻ നല്ലൊരു ലീഡറായിരുന്നു. അതാണ് 12ാമത്തേത്. അത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ചേർക്കുവാൻ ഇടയാകാഞ്ഞത്. എന്താണ്? അവൻ നല്ലൊരു നായകനായിരുന്നു, ദൈവത്താൽ ഉയർത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇന്നുള്ളതായ ക്രിസ്തീയ സഭകളിൽ നിന്ന് നേതാക്കന്മാർ എഴുന്നേൽക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവസഭകളിൽ നിന്ന് ദൈവദാസന്മാർ എഴുന്നേൽക്കാത്തത്? ദൈവദാസന്മാർ ദൈവത്തിൻ്റെ സേവ ചെയ്യുന്നത് മറന്നിട്ട് ഇന്ന് അവരുടെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു 4 പടികൾ കയറിയിട്ട് 5ാമത്തെ പടി കയറാതെ ഇതെനിക്ക് മതി എന്ന് പറഞ്ഞവിടെ തന്നെ നിൽക്കുന്നു? ദൈവം നമ്മെ ഉയർത്തുന്നതുവരെയും കാത്തു നിൽക്കാതെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതുവരെയും ദൈവത്തിനു വേണ്ടി കാക്കാതെ എന്തുകൊണ്ടാണ് നാം പ്രയോജനമില്ലാത്തവരായിട്ട് മാറുന്നത്? ഇന്ന് അനേകം വ്യക്തികളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ, നോക്കുക, ഒരു തവള കിണറ്റിൽ വീഴുവാനിടയായി. അതിന് മുകളിൽ കയറുന്നതിന് വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു 2-3 സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, 3 സ്റ്റെപ്പ് താഴേക്ക് അതുപോലെ പോകും. എല്ലാ ദിവസവും 2-3 പടി മുകളിൽ കയറും. വൈകുന്നേരമാകുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് വെള്ളത്തിലേക്കാണ് വീഴുന്നത്. വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 2 പടി മുകളിലേക്ക് കയറുവാനിടയായി. അവിടെ നിന്നും ഒരു പടി കൂടെ മുകളിലേക്ക് കയറാതെ 3 പടി താഴേക്കാണ് വരുന്നത്. അതായത് വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ എല്ലാ ദിവസവും മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും, മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും, മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും. അങ്ങനെ പ്രായം ചെന്നിട്ട് അവസാനം ചാകാനിടയായി. എവിടെയാണ്? അവിടെ തന്നെ. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് നാം ദിനവും അഭിവൃദ്ധി പ്രാപിക്കാത്തത്? ദൈവത്തിൻ്റെ വചനം നമ്മെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നലത്തെ ഭക്തി ഇന്ന് മതിയാകില്ല, ഇന്നത്തെ ഭക്തി നാളേക്ക് മതിയാകില്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അതാത് ദിവസത്തിന് ആവശ്യമായുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് അന്ന് പ്രവർത്തിക്കേണ്ടതെന്ന്, ഏതെല്ലാം കാര്യങ്ങളാണ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അതാത് ദിവസം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചോദിക്കണം. അങ്ങനെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നാം പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നാം മാറും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ പകരണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നീ പകരുമാറാകണമേ. ആത്മീയതയിൽ തണുത്തുപോയവരെ നീ കത്തി ജ്വലിപ്പിക്കുമാറാകണമേ. വചനം ധ്യാനിക്കുന്നതിൽ പിന്മാറിപ്പോയിരിക്കുന്നു, പ്രാർത്ഥനയിൽ ബലഹീനരായി പോയിരിക്കുന്നു, വചനം കേൾക്കാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാറി നിൽക്കുന്നത്. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. കുടുംബക്കാരെ പോലും യേശുവിന് വേണ്ടി നേടുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ യൗവനക്കാരോട് നീ കരുണ കാണിക്കണമേ. മോശയെ പോലെയുള്ള ആളുകൾ യൗവനക്കാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കണം.
മിസ്രൈമിയ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ദയാണ് ഏറ്റവും വലുതെന്ന് എണ്ണുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. യോശുവെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഏത് ജോലിയും തയ്യാറുള്ളതായ, സമർപ്പണമുള്ളതായ ആളുകളെ നീ എഴുന്നേൽപ്പിക്കണമേ. പൗലോസിനെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണ്. ഞാൻ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, ക്രിസ്തുവിന് വേണ്ടി തന്നെ എന്ന് പറഞ്ഞ് ധീരതയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അന്ത്യത്തോളം നിന്നതായ പൗലോസിനെ പോലെയുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ വചനം ഞങ്ങൾ കേട്ടിട്ട് ആ വചനം എല്ലാം തന്നെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ